നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. റഷ്യയുമായുള്ള താൽക്കാലിക വെടിനിർത്തലിനുള്ള US നിർദ്ദേശം അംഗീകരിക്കുവാൻ യുക്രൈൻ സമ്മതം അറിയിച്ചു. 30 ദിവസത്തെ വെടിനിർത്തലിനാണ് യുക്രൈൻ സമ്മതം അറിയിച്ചത്. സൌദിയിലെ ജിദ്ദയിൽ നടന്ന സമാധാന ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തലിന് വഴി തെളിഞ്ഞിരിക്കുന്നത്. സമാധാന ചർച്ചകൾ പോസിറ്റീവും ഏറെ ഫലപ്രദവുമായിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അറിയിച്ചു. മനുഷ്യർക്ക് ഭീഷണി ഉയർത്തുന്ന വന്യജീവികളെ വെടിവച്ചു കൊല്ലുമെന്ന ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ വനംവകുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ അധികാരം റദ്ദാക്കുമെന്നാണ് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ്. പഞ്ചായത്ത് സമിതിയുടെ തീരുമാനം പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണെന്ന് വനംവകുപ്പ് ചൂണ്ടിക്കാട്ടി. ഭരണസമിതി പ്രഖ്യാപനം നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണ്. തെറ്റായ പ്രവണതകൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി കൂടിയാലോചിക്കുവാനും വനംവകുപ്പ് നിർദ്ദേശം നൽകി. വിഷയത്തിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. പാകിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ട്രെയിൻ ആക്രമിച്ച് ബന്ദികളാക്കിയവരിൽ 104 പേരെ പാക് സൈന്യം മോചിപ്പിച്ചു. 100-ലേറെ പേർ ഇപ്പോഴും ബന്ദികളായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 30 പാക് സൈനികരും 16 ബലൂച്ച് ലിബറേഷൻ ആർമി അംഗങ്ങളും കൊല്ലപ്പെട്ടതായാണ് വിവരം. തോക്കുധാരികളായ വലിയ സംഘം ബോലൻ എന്ന സ്ഥലത്ത് വച്ചാണ് ട്രെയിനിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ട്രെയിൻ ബലമായി നിർത്തിച്ച സംഘം തോക്കുകളുമായി ട്രെയിനിനകത്തേക്ക് ഇരച്ചെത്തുകയും യാത്രക്കാരെ തോക്കിൻ മുനയിൽ ഭീഷണിപ്പെടുത്തി നിർത്തുകയുമായിരുന്നു. മണിപ്പൂരിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ 3 BSF ജവാന്മാർ മരിച്ചു. മണിപ്പൂരിലെ സേനാപതി ജില്ലയിലാണ് സംഭവം. 8ഓളം ജവാന്മാർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. മരിച്ച ജവാന്മാരുടെ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മണിപ്പൂർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘർഷ മേഖലകളിലേക്ക് കൂടുതൽ BSF ജവാന്മാരെ വിന്യസിച്ചിരുന്നു. ഇതിൽ ഒരു സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചെങ്ങാവ് ബങ് ഗ്രാമത്തിൽ വച്ചാണ് അപകടം ഉണ്ടായത്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്. ശ്രേഷ്ഠം, സമ്പുഷ്ടം. ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും സന്ദർശനം നടത്തി. ആശാവർക്കർമാരെ വീണ ജോർജും സർക്കാരും പറഞ്ഞു പറ്റിക്കുകയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ആശാവർക്കർമാർക്ക് കേന്ദ്രം നൽകാനുള്ളതെല്ലാം നൽകിയെന്നും സുരേഷ് ഗോപി സമരപ്പന്തലിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു.
ഏറ്റുമാനൂരിൽ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്ത ഷൈനി വായ്പ എടുത്തത് ഭർത്താവ് നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കായെന്ന് ഇടുക്കി കരികുന്നം പുലരി കുടുംബശ്രീ അംഗങ്ങൾ. തിരിച്ചടവ് മുടങ്ങിയതോടെ കേസ് കൊടുത്തെങ്കിലും നോബിയുടെ കുടുംബം തിരിച്ചടവിന് തയ്യാറായില്ല. ഷൈനിയുടെ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിഞ്ഞു. ഷൈനിയുടെ പേർക്ക് നോബി വാങ്ങിയ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം തിരിച്ചു നൽകുന്ന മുറയ്ക്ക് വായ്പ തിരിച്ചടയ്ക്കും എന്നാണ് നോബി പറഞ്ഞതെന്ന് കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് ഉഷ രാജു പറഞ്ഞു. കോഴിക്കോട് 7 വയസ്സുകാരൻ ഫ്ളാറ്റിൽ നിന്നും വീണു മരിച്ചു. ഇവാൻ ഹിബാൽ ആണ് മരിച്ചത്. രാത്രി 9 മണിയോടെയാണ് സംഭവം നടന്നത്. പാലാഴിക്ക് സമീപമുള്ള ലാൻഡ്മാർക്ക് അബാക്കസ് ഫ്ളാറ്റിന്റെ 7ാം നിലയിൽ നിന്നാണ് കുട്ടി താഴേക്ക് വീണത്. കുട്ടിയും മാതാവും അനിയനും ബാൽക്കണിയിലിരിക്കുകയായിരുന്നു. ഇളയ കുട്ടിയുമായി മാതാവ് അകത്തു പോയ സമയത്താണ് കുട്ടി അബദ്ധത്തിൽ താഴേക്ക് വീണത്. കന്നഡ നടി രണ്യ റാവു ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ശക്തമാക്കി. നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ബംഗളൂരുവിൽ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. അന്വേഷണം ഉദ്യോഗസ്ഥർ രണ്യയുടെ വസതിയിലേക്കും കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഡെവലപ്മെന്റ് ബോർഡ് ഓഫീസിലേക്കും അവർ വിവാഹം കഴിച്ച ഹോട്ടലിലേക്കും വരെ വ്യാപിപ്പിച്ചു. വിവാഹത്തിൽ പങ്കെടുത്തവരെയും നടിക്ക് വില കൂടിയ വസ്തുക്കൾ സമ്മാനമായി നൽകിയവരെയും തിരിച്ചറിയുന്നതിനായി സിബിഐ വിവാഹ ദൃശ്യങ്ങളും അതിഥി പട്ടികയും സൂക്ഷ്മമായി വിശകലനം ചെയ്തു വരികയാണെന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. കള്ളക്കടത്ത് കേസുമായുള്ള സാധ്യതയുള്ള ബന്ധം കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി റാന്നിയും വില കൂടിയ സമ്മാനങ്ങൾ നൽകിയ വ്യക്തികളും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555455.